SMA എന്ന അപൂർവ രോഗം ബാധിച്ച 2 വയസ്സും 5 മാസവും പ്രായമായിട്ടുള്ള അഥർവിന് ഒന്ന് എഴുന്നേറ്റിരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. എത്ര രൂപ ഇതിനായിട്ട് വേണ്ടി വരും? ഇപ്പോൾ ഇഞ്ചക്ഷന് സിംഗിൾ ഡോസ് മെഡിസിൻ ആണ് 15 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മസിലുകളൊക്കെ പൊടിഞ്ഞ ആൾക്ക് ഇപ്പം ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ആള് ബാക്കിലേക്ക് മറിഞ്ഞു വീഴും. അങ്ങനൊരവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ അവിടുന്ന് നമുക്കിപ്പോൾ റെസ്റ്റിപ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 6.5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമൊക്കെ ഉള്ളത്? ഇപ്പം നമ്മൾ അഥർവിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. എൻ്റെ മോന് ഇരിക്കാനും നടക്കാനും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. SMA എന്ന അപൂർവ രോഗം ബാധിച്ച 2 വയസ്സും 5 മാസവും പ്രായമായിട്ടുള്ള അഥർവിന് ഒന്ന് എഴുന്നേറ്റിരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. നമ്മുടെ എന്താ പറയുക, ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അഥർവിൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചി നമസ്കാരം. എന്താ ഈ SMA എന്ന് പറഞ്ഞ രോഗം ശരിക്കും എന്താണ്? ഇതിന് മസിലുകളൊക്കെ പൊടിഞ്ഞ ആൾക്ക് ഇപ്പം ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ആള് ബാക്കിലേക്ക് മറിഞ്ഞു വീഴും. അങ്ങനൊരവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദന എന്തെങ്കിലും അങ്ങനെ വേദനകളോ കാര്യങ്ങളോ ഇപ്പം അങ്ങനെ വേദനകൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് വേദനകൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര രൂപ ഇതിനായിട്ട് വേണ്ടി വരും? ഇപ്പോൾ ഇഞ്ചക്ഷന് സിംഗിൾ ഡോസ് മെഡിസിൻ ആണ് 15 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിസ്സാര ഒരു പൈസ അല്ല ഈ 15 കോടി എന്ന് പറയുമ്പോഴേക്കും. അത് ഈ ഒരു എന്താ പറയാ, ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാറും എന്നുള്ളതാണോ ഡോക്ടേഴ്സ് പറഞ്ഞു വെക്കുന്നത്? എങ്ങനെയായിരുന്നു ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്? ഇത് 1.25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ അവിടുന്ന് നമുക്കിപ്പോൾ റെസ്റ്റിപ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 6.5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില പറഞ്ഞത്. ഒരു ഡോസിനാ? ഒരു ബോട്ടിലിന്. അപ്പം അതിപ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 12 വയസ്സ് വരെ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്കത് പൈസ ചിലവാക്കി വാങ്ങേണ്ടി വരും. ഇപ്പൊ ഈ 1.5 വയസ്സ് വരെ ആള് നടക്കുമായിരുന്നു? ഇല്ല നടക്കുമായിരുന്നു എന്നല്ല, കാലൊക്കെ അനക്കുമായിരുന്നു? ഇല്ല, കാലനക്കില്ലായിരുന്നു. ഉരുള മാത്രമേ ചെയ്യുള്ളായിരുന്നു. അപ്പം ആ മെഡിസിൻ കിട്ടുന്നതുകൊണ്ട് കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആള് പഴയ അവസ്ഥയിലേക്ക് കിടന്നു പോവും. ഇപ്പൊ ആള് ചെറുതായിട്ട് ചലനങ്ങളൊക്കെ, കാലൊക്കെ പൊക്കാൻ തുടങ്ങി, വോക്കറിലിരുന്ന് നീന്താൻ തുടങ്ങി, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ആദ്യമേ നിങ്ങൾ ഫിസിയോ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആദ്യം ചെയ്യുന്നില്ല. അറിയാതിരിക്കുന്ന ഒരു സമയത്ത് ഇല്ല, ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഈ 15 കോടി എന്ന് പറയുമ്പോൾ അത് സഹായിക്കാനും മറ്റുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ നമ്മളിവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചായത്തുമായൊക്കെ ബന്ധപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഇപ്പൊ നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിലേക്ക് ഇത് അധികം എത്തിയിട്ടില്ല. പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അധികം ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഒന്നാമത് ഈ രോഗത്തിന്റെ ഒരു സീരിയസ്നെസ് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ അവരാൽ കഴിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം 15 കോടി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാൻ പറ്റുന്ന ഒരു തുകയല്ല. അപ്പോൾ മോന് വേദനയൊന്നുമില്ല എന്നുള്ളതാണ് അതിനകത്തൊരു. ഇപ്പൊ മെഡിസിൻ കഴിക്കുന്നോണ്ടാണ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നത്. പക്ഷെ അത് നിർത്തി കഴിഞ്ഞാല് ആള് വേദനകളും പിന്നെ മസിലുകളൊക്കെ പൊടിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാ നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമൊക്കെ ഉള്ളത്? ഇപ്പം നമ്മൾ അഥർവിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ തെറാപ്പിക്കൊക്കെ പോകുന്നതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ വേറെ വണ്ടി വിളിച്ച് പോവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളി തന്നെ കൊണ്ടാക്കി. അപ്പം നമ്മുടെ
അത്രയും സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കണേണ്. അപ്പൊ ഈ ഒരുപാട് നേരം ഇങ്ങനെ ചാരി ഇരിക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ മോൻ? നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും, അല്ലാണ്ട് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ബാക്കിലേക്ക് മറിഞ്ഞു വീഴും. ബാക്കിലേക്ക് മറിഞ്ഞു വീഴും. അപ്പോൾ അവന് അത്രയും സപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കൂടുതൽ സമയം കിടക്കും. അപ്പോൾ എങ്ങനെ ഇതിന്റെ ഇനി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ മാസവും എന്താ പറയുക ചെക്കപ്പിനും കാര്യങ്ങൾക്കും ആയിട്ട് പോകേണ്ടി വരും? ഇപ്പൊ ഫണ്ട് ആയതിനു ശേഷം നമ്മളോട് ചെല്ലാനാ പറഞ്ഞിരിക്കണത്, ഇപ്പൊ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും നാളും ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ട് എല്ലാ ദിവസവും ഫിസിയോ ചെയ്യും. നമുക്കറിയാം 2 വയസ്സോ 5 മാസമേ ഉള്ളൂ ആൾക്ക്. പക്ഷെ അഥർവിന് ഇതൊന്നും അറിയില്ല, ഇവിടെ എന്താ നടക്കണേന്ന് അറിയില്ല, ആൾക്ക് എന്താ സംഭവിക്കണേന്ന് അറിയില്ല. അഥർവ് ഇപ്പോഴും കളിച്ച് ചിരിച്ച് എന്താ പറയാ ഒരു ഹാപ്പിയാണ് ആള്. പാട്ടൊക്കെ പാടും കേട്ടോ. പാട്ട് പാടോ? ഒരു പാട്ട് പാടിക്കേ. മൈക്ക് കൊടുക്കാം. അമ്മയുടെ അടുത്തുനിന്ന് മൈക്ക് എടുത്തിട്ട് തരാം കേട്ടോ. ഒരു പാട്ട് പാടുവോ? ഒന്നൊരു പാട്ട് പാടിക്കേ. ഏത് പാട്ട് അറിയുന്ന വാവയ്ക്ക്? പാടിക്കോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സൗണ്ടൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അടുത്ത പ്രാവശ്യം പാടുവോ ഇനി? പാടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആൾക്ക് അറിയില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താ ആൾക്ക് സംഭവിക്കണേന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എന്താണെന്ന് വെച്ചാൽ വാവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, എന്താ പറയുക അമ്മയുടെ ഒരു റിക്വസ്റ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്താ പറയുക ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡയറക്റ്റ് വന്നതും. ചേച്ചി ഒന്ന് പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാമോ? എൻ്റെ മോനിരിക്കാനും നടക്കാനും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇതാണ് അഥർവിന്റെ അച്ഛൻ, ഓട്ടോ ഓടിക്കാനല്ലേ ചേട്ടാ? ആ ഒരു വരുമാന മാർഗം കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നണുണ്ടോ? ഒരിക്കലും പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ജനകീയ സമിതി രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ എടവനക്കാട് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഈ ഒരു ജോയിൻ്റ് അക്കൗണ്ട് രൂപീകരിച്ചേക്കുന്നത്. അത് DCC ജനറൽ സെക്രട്ടറി MJ ടോമി, പഞ്ചായത്ത് പ്രസിഡൻറ്റ് രമണി അജയൻ, പിന്നെ ഇവിടുത്തെ ബാങ്ക് പ്രസിഡൻറ്റ് KV എബ്രഹാം, പിന്നെ എൻ്റെ പേരിലും, അങ്ങനെ 4 പേരുടെ പേരിലാണ് ഇവിടെ ജോയിൻ്റ് അക്കൗണ്ട് രൂപീകരിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് വഴിയുള്ള ഫണ്ട് കളക്ഷനാണ് ഇപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 30 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നമുക്ക് വേണ്ടത് 15 കോടിയാണ്. ഒരു 2 മാസം ആവാറായിപ്പോൾ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമുക്ക് വേണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എവിടെ പോണു? മമ്മൂക്കനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. മമ്മൂക്കന മൈക്കില് മമ്മൂക്കനെ കാണിച്ചോട്.